ഹലോ ഫ്രണ്ട്സ്, ഈയിടെയായി വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നതും ചൂടുള്ളതുമായ ചർച്ചാ വിഷയമാണ് PM ശ്രീ പദ്ധതി. എന്താണ് ഈ PM ശ്രീ പദ്ധതി? അധ്യാപകരുമായി എന്താണ് ഈ പദ്ധതിക്ക് ബന്ധം? ആശങ്കപ്പെടേണ്ടതുണ്ടോ? വരൂ നമുക്ക് നോക്കാം. ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PM ശ്രീ അഥവാ പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. രാജ്യത്തെ 14,500 സ്കൂളുകൾ പുനരുദ്ധരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണിത്. ഇന്ത്യയിലെ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലെ 2 സ്കൂളുകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 2020 നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തോട് ചേർന്ന് നിൽക്കുന്ന വിധമായിരിക്കും ഈ 14,500 സ്കൂളുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പരീക്ഷണശാലകളായി PM ശ്രീ സ്കൂളുകൾ മാറുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തു നിന്നും ഈ സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത്? 2022 അധ്യാപക ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് PM ശ്രീ. ഇതിലേക്ക് സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ചാലഞ്ച് മോഡ് വഴിയാണ് ഇത് നടത്തുന്നത്. കേടുപാടുകളില്ലാത്ത കെട്ടിടം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ടോയ്ലറ്റ് സൗകര്യം, പ്രവേശന റാമ്പ് ഇവയൊക്കെയാണ് മിനിമം മാനദണ്ഡം. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ സ്കൂളുകളിൽ കൊണ്ടുവരുന്നത്? തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളുടെ പേരിനു മുന്നിൽ PM ശ്രീ എന്ന് പ്രിഫിക്സ് ആയി ചേർക്കുകയും സ്കൂളിന് മുന്നിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉൾപ്പെടുന്ന ബോർഡും സ്ഥാപിക്കണം. കായികം, കല, ശാസ്ത്രം ഈ വിഷയങ്ങളിൽ പ്രത്യേക ശ്രദ്ധയാണ് പ്രധാനമായും പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത്. മെച്ചപ്പെട്ട ഗ്രൗണ്ട്, അടിസ്ഥാന സൗകര്യ വികസനം, സയൻസ് സർക്കിൾ, ഗണിത സർക്കിൾ, കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക പഠന രീതി, ഹരിത വിദ്യാലയം, പരിസ്ഥിതി, ജലസംരക്ഷണം തുടങ്ങി പലതരത്തിലുള്ള ആശയങ്ങളാണ് പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ദേശീയ വിദ്യാഭ്യാസ നയത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും ഈ സ്കൂളുകളിൽ വരിക. PM ശ്രീയിൽ ഉൾപ്പെട്ടാൽ ആ സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടി വരുമോ എന്നതാണ് ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെ നാം കേൾക്കുന്ന വാദങ്ങൾക്കും എതിർപ്പുകൾക്കും കാരണമായിട്ടുള്ളത്. PM ശ്രീ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ എന്തൊക്കെയാണ്? ഏറ്റവും പുതിയ കണക്കനുസരിച്ച് രാജ്യത്ത് നിലവിൽ 13,070 PM ശ്രീ സ്കൂളുകളുണ്ട്. എന്നാൽ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിലാണ് ഇത്തരത്തിലുള്ള സ്കൂളുകൾ കൂടുതലായുള്ളത്. 27,360 കോടി രൂപയുടെ പദ്ധതി ചിലവാണ് 5 വർഷത്തേക്ക് കേന്ദ്രം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ഇതിൽ 7 സ്കൂളുകൾ നവീകരിക്കാനുള്ള തുകയുടെ 60% കേന്ദ്ര സർക്കാരും ബാക്കി 40% സംസ്ഥാന സർക്കാരുമായിരിക്കും വഹിക്കേണ്ടി വരിക. കൂടാതെ PM ശ്രീയിൽ ഉൾപ്പെട്ടാൽ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നമ്മുടെ സ്കൂളുകളിൽ നടപ്പിലാക്കാൻ അനുവാദം കൊടുക്കുകയാണോ എന്നുള്ളത് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. പദ്ധതി നേരിടുന്ന പ്രധാന വിമർശനം ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുബന്ധമായ PM ശ്രീ പദ്ധതി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയുടെ ഭാഗമാണോ എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സങ്കല്പത്തിലുള്ള ദേശീയതയും വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളും ഈ പാഠ്യപദ്ധതിയിൽ ഇടം പിടിക്കുമെന്നുള്ളതാണ് മറ്റൊരു വാദം. ഇതുവഴി ഏകപക്ഷീയമായ ചരിത്രാഖ്യാനം കൊണ്ടുവരുമോ? പാഠ്യപദ്ധതിയിലൂടെ മതസ്പർദ്ധ കടത്തിവിടുമോ? ആശങ്കകൾ നീളുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി NCERT പാഠപുസ്തകങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ നാം കണ്ടതാണ്. ഒരുപാട് ചരിത്രപരമായ ഭാഗങ്ങൾ ഒഴിവാക്കിയിരുന്നല്ലോ. ഗാന്ധിവധം, ഗുജറാത്ത് കലാപം, എന്തിന് ഡെമോക്രസിയെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ വരെ നീക്കം ചെയ്തിരിക്കുന്നു. 1000 വർഷം പഴക്കമുള്ള പല ഇന്ത്യൻ ചരിത്രങ്ങളും പാഠ്യപദ്ധതിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു. PM ശ്രീ വഴി രാജ്യത്തെ വൈവിധ്യത്തെ തന്നെ ഇല്ലാതാക്കുമോ? നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്നത് ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാണ്. ഇതെന്തെന്നാൽ ഇന്ത്യയെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ അറിവിന്റെ ഉത്ഭവ സ്ഥലമായി അവതരിപ്പിക്കുന്ന രീതിയാണിത്. ഇന്ത്യൻ മിത്സിനെ ശാസ്ത്രീയപരമായി അവതരിപ്പിക്കുന്ന രീതി. ഇതുവഴി പലരും മറ്റുള്ളവരുടെ പരിഹാസപാത്രമാവുന്ന സന്ദർഭങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്.
ഇത്തരത്തിൽ PM ശ്രീയിൽ ഉൾപ്പെട്ടാൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന പാഠ്യപദ്ധതികൾ നാം കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരുമോ? നിലവിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ നിന്നും നാം മാറേണ്ടി വരുമോ? കൂടാതെ മതസ്പർദ്ധ വളർത്തുന്ന കണ്ടന്റുകൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമോ? ഇതെല്ലാം അധ്യാപകരെ സംബന്ധിച്ച് വളരെ ആശങ്കാജനകമായ കാര്യങ്ങളാണ്. പിന്നെന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത്? അതിന് കാരണമെന്തെന്നാൽ സംസ്ഥാനത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ ലഭ്യമാകേണ്ട തുക, അതുപോലെ SSK ഉൾപ്പെടെ പല വിധത്തിലുള്ള കേന്ദ്ര വിഹിതം ഏകദേശം 1466 കോടി രൂപ 2 വർഷമായിട്ട് ഇതുവരെയും നൽകിയിട്ടില്ല. ഇതുവഴി 7000 മുതൽ 8000 വരെയുള്ള അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളം മുടങ്ങുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിന് പരിഹാരം കാണുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ എന്ന് നമ്മൾ PM ശ്രീയിൽ ഒപ്പുവെക്കുന്നുവോ അന്ന് ഈ തുക പാസാക്കാം എന്നാണ് മറുപടി ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ടാൽ അത് നമ്മുടെ അധ്യാപകരെ ഏത് രീതിയിൽ ബാധിക്കും? ദേശീയ വിദ്യാഭ്യാസ നയം നിർദ്ദേശിക്കുന്ന പാഠപുസ്തകങ്ങൾ വന്നാൽ നിലവിലെ നമ്മുടെ സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം കുറയുമോ? അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ? നാം ഇത്രയും നാളുകളായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന അധ്യാപന രീതികളിൽ മാറ്റം കൊണ്ടുവരുമോ? ആശങ്കകൾ വിട്ടൊഴിയുന്നില്ല. എന്തു തന്നെയായാലും സർക്കാരിന്റെ ചർച്ചകൾ തുടരട്ടെ. NCERT ചരിത്രത്തെ വളച്ചൊടിച്ച പാഠപുസ്തകങ്ങൾ ഇറക്കിയപ്പോൾ ഇവയെല്ലാം ഉൾക്കൊള്ളിച്ച് ബദൽ പാഠപുസ്തകങ്ങൾ ഒരുക്കി അതിനെ പഠിപ്പിക്കാനാണ് സംസ്ഥാനം തീരുമാനിച്ചത്. അതുപോലെ പോസിറ്റീവായ തീരുമാനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. PM ശ്രീയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശങ്കകളും കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. അധ്യാപക സുഹൃത്തുക്കളെ, പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റ് അധ്യാപകർക്ക് കൂടി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്